ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാനഡയിൽ വന്നു കഴിഞ്ഞിട്ട് ഫേസ് ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നവും ഞാൻ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്തു ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഷെയർ ചെയ്യാനാണ്. തംബ്നെയിൽ എല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ ഇവിടെ വന്നൊരു 1 മന്തിനുള്ളിൽ എൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സ് മോഷ്ടിക്കപ്പെട്ടു. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. Let's go. I wake up to a little bit of drool on my pillow, feel like it's gonna be a bad day. Yeah, I'm tired of shit and the coffee ain't hit yet, damn ain't that. അപ്പം ഞാൻ 2022 ജാനുവരി 14 കാനഡയിലോട്ട് എത്തുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ ഇങ്ങോട്ട് എത്തുന്നത്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കായിരുന്നു, അല്ലാതെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറൊരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പോ ആരുമില്ലായിരുന്നു. ഒറ്റയ്ക്ക് വന്നുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പ്രൗഡായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോൾ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുക. അപ്പോൾ ഒറ്റയ്ക്ക് വന്നു, നമ്മൾ ഇത്രയും നാളും വരാനായിട്ട് ആഗ്രഹിച്ചൊരു സ്ഥലത്തെത്തി. ഓക്കെ ഡൺ എന്നൊക്കെയുള്ള ഒരു ഫീലായിരുന്നു എനിക്ക്. അപ്പോൾ എനിക്കിവിടെ ഫ്രണ്ട്സ് ഭയങ്കര കുറവായിരുന്നു, കാരണം നമ്മൾ ആദ്യമായിട്ട് വരുന്ന സ്ഥലമായതുകൊണ്ട് എനിക്കങ്ങനെ അറിയില്ലായിരുന്നു അങ്ങനെ അധികം ആൾക്കാരൊന്നും. അപ്പോൾ ഞാൻ ആ വീട്ടിൽ നിൽക്കാൻ പോകുന്ന കുറച്ച് പിള്ളേരെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് അവരോട് മിണ്ടുന്നതും സംസാരിക്കുന്നതല്ല. അങ്ങനെ അവരെയൊക്കെ പരിചയപ്പെടുന്ന നല്ല പിള്ളേരായിരുന്നു ആ വീട്ടിലുള്ളത്. അവരൊക്കെ വന്നപ്പോൾ നമ്മളെങ്ങനെ മാറ്റി നിർത്തുമൊന്നുമില്ലായിരുന്നു, എല്ലാം കൂടെ തന്നെ എല്ലാത്തിനും എൻ്റെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ പരിചയത്തിലുള്ള കാനഡയിലുള്ള ഫ്രണ്ട്സ് എന്ന് പറഞ്ഞപ്പോൾ അവരായിരുന്നു. എനിക്ക് വേറെ പുറം ലോകമായിട്ടൊരു ബന്ധമോ അല്ലെങ്കിൽ വേറെ നേരത്തെ വന്നവരെയൊക്കെ അറിയുന്ന എനിക്കൊന്ന് 1-2 പേരെ അറിയാം. അത് നേരിട്ട് കണ്ടിട്ടില്ല, ജസ്റ്റ് ഫോണിൽ കൂടെയുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നേരിട്ട് അടുത്തറിയുന്നവരോ എൻ്റെ റിലേറ്റീവ്സോ ആരും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ വന്നൊരു 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സ്റ്റേജൊക്കെ കഴിഞ്ഞു. വേറൊരു സ്റ്റേജിലോട്ട് ഞാൻ പോവുകയാണ്. അപ്പം ഞാൻ വന്ന ടൈമിൽ ആ വീട്ടിൽ നിൽക്കുന്ന പിള്ളേരാണെങ്കിൽ എല്ലാവരും ഡിസംബറിൽ വന്നുകൊണ്ട് അവർക്കൊക്കെ ആ ടൈമിൽ ജോലിയുണ്ട്. ഇവരൊക്കെ നൈറ്റ് ജോലിക്ക് പോവും, രാവിലെ വന്ന് കിടന്നുറങ്ങും. ഞാൻ മാത്രമേ വീട്ടിലിങ്ങനെ ഇരിക്കുക. പകൽ ഏതാ രാത്രി ഏതാണെന്നറിയാതെ ഞാനിങ്ങനെ ഇരിക്കുക, കാരണം വന്ന ജെറ്റ് ലാഗും കാര്യങ്ങളും എല്ലാം കൊണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെ ദിവസങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം നമുക്ക് പയ്യെ ഒരു വിഷമം, ഒരു സ്റ്റേജ് അതെല്ലാവരും ഫേസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ എന്താ പെട്ടെന്ന് വരണമായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ തോന്നിപ്പോകുന്ന ഒരു കുറച്ചിത്. കാരണം നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്നുള്ളൊരു തോന്നൽ, നമുക്ക് ആരുമില്ല, നമുക്കൊരു കാര്യം ഷെയർ ചെയ്യാനോ ഒന്നും ആരുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയപ്പം ഞാനും വീട്ടിൽ വിളിച്ചിങ്ങനെ പറയാൻ തുടങ്ങി, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഇതെങ്ങനെ ഇതിൽ നിന്ന് ഓവർകം ചെയ്യും. പിന്നെ എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ടാണെങ്കിലും വേറെ സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ അവളെ വിളിച്ചിട്ടാണെങ്കിലും ഞാനിങ്ങനെ പറയടി എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞിട്ട് ഞാനും ഈ സ്റ്റേജിൽ കൂടെ കടന്നു പോയിട്ടാണ് വന്നത്, നീ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഓക്കെ ആവും. അങ്ങനെ അവൾ എന്നെ ആശ്വസിപ്പിച്ച്. അങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ കാനഡയിൽ വന്ന് ഒരു 1 മന്തിനുള്ളിൽ എൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻറ്റ്സായ ട്രാവൽ ഡോക്യുമെൻ്റായ എൻ്റെ പാസ്പോർട്ട്, എൻ്റെ സ്റ്റഡി പെർമിറ്റ്, എൻ്റെ സിൻ നമ്പർ, ഈ 3 ഡോക്യുമെൻറ്റും ആരോ മോഷ്ടിച്ചു. ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുക, നമ്മൾ കാനഡയിലെത്തി എയർപോർട്ടിലെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റാണ് സ്റ്റഡി പെർമിറ്റ്. ഞാൻ സ്റ്റുഡൻ്റായിട്ട് വന്നുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഡോക്യുമെൻ്റാണ് ഒരു വാലിഡായിട്ടുള്ള ഡോക്യുമെൻ്റ് ഇവിടെ. അപ്പോൾ ആ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോഴോ എല്ലാത്തിനും വേണ്ടതായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെൻ്റ് ആയിരുന്നു ഈ സ്റ്റഡി പെർമിറ്റ്. അപ്പം ഫസ്റ്റ് ഡോക്യുമെൻറ്റ് സ്റ്റഡി പെർമിറ്റ്. അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡോക്യുമെൻ്റ് ആയിരുന്നു സിൻ നമ്പർ. സിൻ നമ്പർ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഇൻഷുറൻസ് നമ്പർ. ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ്, ഒരു പേഴ്സൻ്റെ എല്ലാ കാര്യങ്ങളും റെക്കോർഡാവുന്ന ഒരു നമ്പറാണത്. നമ്മൾ എവിടെ ജോലിക്ക് പോയാലും നമ്മുടെ ബാങ്കിങ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും, നമ്മുടെ ടാക്സ്, എല്ലാ കാര്യങ്ങളും റെക്കോർഡാവുന്ന ഒരു നമ്പറാണിത്. ഈ നമ്പർ നമ്മൾ ആർക്കും ഷെയർ ചെയ്യാൻ പോലും പാടില്ല, അത്രയും സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട ഒരു നമ്പറാണ് ഈ സിൻ നമ്പർ. അതും ഒരു ഡോക്യുമെൻ്റ്, ഒരു പേപ്പർ ഡോക്യുമെൻ്റ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഞാനിവിടെ എത്തിയപ്പം തന്നെ പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു റെസ്യൂമേഴ്സ് എല്ലാം. എന്നിട്ട് ഇങ്ങനെ ഒരു 10-50 പ്രിൻ്റ് ഔട്ട്സ് എടുക്കുന്നു, പല പല റെസ്യൂമേ എടുക്കുന്നു, പല പല ഷോപ്പിൽ കൊണ്ട് കൊടുക്കുന്നു. കാരണം എവിടെ നിന്നെങ്കിലും നമ്മളെ ഒരു പാർട്ട് ടൈമിന് വിളിച്ചാലല്ലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കൊണ്ട് നടക്കുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ ഈ ഫയൽ ക്യാരി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയാൻ പാടില്ലായിരുന്നു ഇത് ഇങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റിയ സേഫായിട്ടുള്ള സാധനമല്ലെന്നും ഇങ്ങനൊരു സ്ഥലത്ത് അത് സേഫ് അല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ എവിടെ പോയാലും എൻ്റെ ഈ ഫയലിൽ സ്റ്റഡി പെർമിറ്റും സിൻ നമ്പരും പാസ്പോർട്ടും ഒക്കെ കൊണ്ടായിരുന്നു പോകുന്നത്. ആരെപ്പോഴാണ് ചോദിക്കുന്നത്, നമ്മളതില്ലാതെ വരണ്ടല്ലോ എന്ന് വെച്ചാൽ അങ്ങനെ കൊണ്ട് നടക്കുകയായിരുന്നു. ഇതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറി എനിക്ക് പറയാനുള്ളത്, എൻ്റെ പപ്പയാണെങ്കിൽ ഞാനിങ്ങോട്ട് എയർപോർട്ടിലോട്ട് വരുന്ന സമയത്ത് പപ്പ എനിക്കൊരു സമാധാനം തരത്തില്ല. എന്ന് വെച്ചാൽ മോളെ പാസ്പോർട്ട് കയ്യിലുണ്ടോ അത് നോക്കണേ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് കുറേ കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയത് എന്തിനാ ഇത്രയും പറയുന്നത്, നമ്മൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ.
എപ്പോഴും ലോക്ക് ചെയ്ത് വെക്കണേ ഇതെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാൻ ഓക്കെ പറഞ്ഞു. അതേ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പോഴും ഫോൺ വിളിക്കുമ്പോൾ എൻ്റെ പപ്പായ്ക്ക് വേറെ ഒന്നും ചോദിക്കാനും പറയാനും ഇല്ല. മോളെ പാസ്പോർട്ട് സൂക്ഷിക്കണേ, പാസ്പോർട്ട് മാറ്റി വെക്കണേ, പെട്ടിയിൽ ലോക്ക് ചെയ്ത് വെക്കണേ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം എനിക്കും തോന്നി പപ്പ എന്തിനാ ഇത്രയും പേടിക്കുന്നത് ഈ പാസ്പോർട്ട്, ആരെടുക്കാനാണ് നമ്മുടെ പാസ്പോർട്ട്. അപ്പം പപ്പ പറയുന്നുണ്ട് വീട്ടിലൊക്കെ വേറെ പിള്ളേരെ നമുക്ക് അവരൊന്നും അറിയാൻ പറ്റത്തില്ല, പാസ്പോർട്ട് നീ എപ്പോഴും നിനക്ക് ഏറ്റവും സേഫായിട്ട് തോന്നുന്ന സ്ഥലത്ത് മാറ്റി വെക്കുക, അതാരെങ്കിലും എടുത്തുകൊണ്ട് പോയാൽ നിനക്ക് പിന്നെ ഭയങ്കര പ്രശ്നമായിരിക്കും എന്നൊക്കെ. അപ്പം ഇത്രയും വർഷം ഗൾഫിൽ കഴിഞ്ഞ ഒരാളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ആളത് പറയുന്നത്. നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്ക് അത്രയൊരു എന്താ ഒരു അതിനുള്ളൊരു വിവരമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അത്രയും ഭയങ്കര സേഫായിട്ട് സൂക്ഷിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയാമെങ്കിലും ഇത് ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ ഓരോ ഷോപ്പിൽ റെസ്യൂമേഴ്സ് എല്ലാം ഡ്രോപ്പ് ചെയ്യുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ജോലിക്ക് പോകുന്നത് ഒരു ഫാക്ടറിയിലായിരുന്നു. ഒരു എന്ത് ഫാക്ടറിയാണെന്ന് പോലും എനിക്കത് ശരിക്കും ഓർമ്മയില്ല. ഞങ്ങൾ 3 ഗേൾസ് ആയിരുന്നു ആ ഒരു ഫാക്ടറി ജോലിക്ക് പോയത്. അവിടെ ചെന്നപ്പോൾ തൊട്ട് വേറൊരു എൻവയോൺമെൻ്റ് ആയിരുന്നു അവിടെ. നമ്മളവിടെ ചെന്നപ്പോൾ തൊട്ട് അവർ ഭയങ്കരമായിട്ട് ഹറാസ് ചെയ്യുന്നു. എന്ത് ചോദിച്ചാലും അവർ തിരിച്ച് ദേഷ്യപ്പെടുന്നല്ലാതെ അവർ ചിരിക്കുന്നു പോലുമില്ല. അപ്പം 3 പേര് പോയതിൽ ഒരാൾ 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ പോവാമെന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം ഞാനും മറ്റേ കുട്ടിയും പറഞ്ഞു എന്തായാലും വന്നതല്ലേ 4 മണി വരെ നിൽക്കാം. അപ്പം അന്ന് ആ ജോലിക്ക് പോയ സമയത്ത് ഞാൻ ഈ പാസ്പോർട്ടും ഈ സാധനങ്ങളെല്ലാം ക്യാരി ചെയ്തിട്ടായിരുന്നു പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ഞങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ ബാഗെല്ലാം ആ ഒരു റൂമിൽ കാണിച്ചു തന്നിട്ട് അവിടെ വെച്ചോളൂ, എന്നിട്ട് നിങ്ങൾ നേരെ ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞാൽ അവരുടെ യൂണിഫോമും കാര്യങ്ങളൊക്കെ തന്നു. ആകെ ഒരു ബ്രേക്ക് കിട്ടി. ആ ബ്രേക്കിന് ഫുഡ് കഴിച്ചു, തിരിച്ച് വീണ്ടും ജോലിക്ക് കയറി. അപ്പം എന്ത് ഫാക്ടറിയാണോ എന്ത് ജോലി അവിടെ ചെയ്തതെന്ന് പോലും എനിക്ക് ഇപ്പോഴും ക്ലിയർ അല്ല. കാരണം നമ്മളില്ല യന്ത്രത്തിനെ പോലെ നിന്ന് എന്തൊക്കെയോ ചെയ്യുന്നു. അപ്പം ആദ്യമായിട്ട് കാനഡയിൽ വന്നിട്ട് ചെയ്യുന്ന ജോലിയാണ്. അപ്പോൾ എൻ്റെ ഇമ്പ്രഷൻസും എല്ലാം പോയി. ദൈവമേ ഇങ്ങനെയാണോ ഇവിടുത്തെ ഒരു ലൈഫ്, എന്ത് ചെയ്യും നമ്മൾ, എന്ത് ചെയ്യും എന്നൊക്കെ ഓർത്ത് ഭയങ്കര പേടിച്ചിട്ടായിരുന്നു. അപ്പം മറ്റേ കുട്ടിയും പറഞ്ഞു ഓക്കെ നമുക്ക് 4 മണി വരെ നിൽക്കാം, നാളെ നമ്മൾ വരുന്നില്ല, ഈ ജോലി ഇന്നുകൊണ്ട് നിർത്തി. അപ്പം ഞാനും മനസ്സിൽ ഉറപ്പിച്ചു ഇനി ഞാൻ വരത്തില്ല, ഇത് എനിക്ക് മതിയായി. കാരണം ജോലി പാടാണെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഒരാൾ നമ്മളെ ഫുൾ ടൈം ഹറാസ് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് എങ്ങനെ അത് ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ പേടിച്ച് ഞങ്ങൾ അവിടുന്ന് വൈകുന്നേരം 4 മണിയായപ്പം അപ്പം തന്നെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങുക. അപ്പം ആ ഒരു വെപ്രാളത്തിൽ ഞാൻ ബാഗിനകത്ത് ഞാൻ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് തിരിച്ച് നോക്കുന്നില്ല, റീചെക്ക് ചെയ്യുന്നില്ല. കിട്ടിയ സാധനം എല്ലാം വാരി എടുത്തുകൊണ്ട് ഞങ്ങൾ പോവാം. വീട്ടിൽ ചെന്നിട്ട് ഞാൻ ചെക്ക് ചെയ്യുന്നില്ല, എൻ്റെ കയ്യിൽ ഞാൻ കൊണ്ടുപോയ സാധനങ്ങളെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നില്ല. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണെന്ന് തോന്നുന്നു എനിക്ക് വേറൊരു ജോബിൻ്റെ ഇത് വന്നു. അപ്പോൾ അവർ വേഗം ചെല്ലാൻ പറയുന്നു, ഡോക്യുമെൻറ്റ്സ് എല്ലാം ആയിട്ട് ചെല്ലാൻ പറയുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ ബാഗ് നോക്കുമ്പം ആ ബാഗിൽ അങ്ങനെ ഒരു ഫയലേ ഇല്ല. അപ്പം അവർ ഇത്ര മണിക്ക് എന്നോട് അവിടെ ചെല്ലാൻ പറയുക, പക്ഷേ എൻ്റെ കയ്യിൽ ഡോക്യുമെൻറ്റ്സ് ഒന്നുമില്ല ചെല്ലാൻ. അപ്പം എന്തായാലും എനിക്ക് ഈ ജോലി കളയാനും പറ്റത്തില്ല, ചെല്ലാതിരിക്കാനും പറ്റത്തില്ല. എന്നാൽ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും ഒന്നും കാണുന്നുമില്ല. നമുക്ക് ആ ടൈമിൽ വേറെ ID കാർഡൊന്നും ഇല്ലല്ലോ കാണിക്കാൻ വേണ്ടി. അപ്പോൾ പാസ്പോർട്ടാണ് ID ആയിട്ട് എല്ലായിടത്തും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ റിയലൈസ് ചെയ്തു ഓക്കെ എൻ്റെ പാസ്പോർട്ടും ഡോക്യുമെൻറ്റ്സും മിസ്സായി. എനിക്ക് കരയണോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. കാരണം ഒന്നാമതേ ഒരു ന്യൂ കമർ, ഒരു പുതിയൊരു കൺട്രിയിലോട്ട്, പരിചയക്കാരില്ല, ആരുമില്ല, എന്ത് ചെയ്യും, എങ്ങനെ നമ്മളിതിനെ ഓവർകം ചെയ്യും. അങ്ങനെ എനിക്ക് വീട്ടിൽ പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ ആ പാതിരാത്രി എന്ന് വെച്ചാൽ നാട്ടിലെ പാതിരാത്രിയായിരുന്നു. അപ്പോൾ ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ പോയി. ഞാൻ കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, എൻ്റെ പാസ്പോർട്ട് മിസ്സായി, എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ ഈ രാജ്യത്ത് ലോക്കായി പോകുമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല നമുക്ക് വേറെ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാമെന്നോ ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ പപ്പ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു. എൻ്റെ പാസ്പോർട്ട് ആരോ അടിച്ചുകൊണ്ട് പോയി, അല്ലെങ്കിൽ എവിടെയോ കളഞ്ഞു പോയി. അപ്പോൾ അടിച്ചുകൊണ്ട് പോയതാണോ കളഞ്ഞു പോയതാണോ ഒന്നും എനിക്കറിയത്തില്ല. മറ്റേ ജോലിക്കപ്പോൾ എനിക്ക് അവർ ചെല്ലാനും പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവിടെ ചെല്ലാതിരിക്കാനും പോയി. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ടാണ് ആ ജോലി സ്ഥലത്തോട്ട് ഫസ്റ്റ് ഡേ ചെല്ലുന്നത്. അപ്പോൾ അവിടെ വർക്ക് ചെയ്ത കുറച്ച് മലയാളീസൊക്കെ എന്നോട് ചോദിക്കുന്നത് എന്ത് പറ്റി, എന്താ പ്രശ്നം. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കളഞ്ഞു പോയി, പക്ഷേ എനിക്ക് കൺഫേം അല്ല, എനിക്ക് വീട്ടിൽ ചെന്നിട്ട് ഒന്നുകൂടെ നോക്കണം. ആ ധൃതിയിൽ എനിക്ക് നന്നായിട്ട് നോക്കാനും പറ്റിയില്ല. അങ്ങനെ ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന അവർക്കപ്പം PDF കാര്യങ്ങളൊക്കെ മതിയായതുകൊണ്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് വേണ്ടായിരുന്നു. അപ്പം എല്ലാത്തിൻ്റെയും ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ ആണെങ്കിൽ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് കിട്ടിയ ഡോക്യുമെൻ്റ് ആയിട്ട് ഹസ്ബൻഡിനെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ചുമ്മാ ഫോണിലെടുത്തിട്ട് അയച്ച ഫോട്ടോസ്, ആ ഫോട്ടോസ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ആ ജോലിക്ക് ജോയിൻ ചെയ്യുന്നു. എന്നിട്ട് തിരിച്ച് ആ ജോലി കഴിഞ്ഞ് വീണ്ടും വരുന്നു. ഞാൻ വീണ്ടും തപ്പാൻ തുടങ്ങുന്നു. വീട്ടിലെല്ലാ പിള്ളേരും ഹെൽപ്പ് ചെയ്യുന്നു. അവരെല്ലാവരും അവരുടെ ബാഗും എൻ്റെ ബാഗും എല്ലാം ആ വീട് ഫുള്ള് ഞങ്ങൾ അരിച്ചു പറക്കുന്നു. ഒന്നും കിട്ടിയില്ല. കാരണം ഒരു ഫയലോടാണല്ലോ പോയത്, അപ്പം നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇല്ലെന്നുള്ള കാര്യം ഉറപ്പായി.
ഇനി എന്ത് ചെയ്യുമെന്ന് എനിക്കും എൻ്റെ മുന്നിൽ ഒരു ഇതുമില്ല. അപ്പം എൻ്റെ മനസ്സിൽ പാസ്പോർട്ടൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ ആ രാജ്യത്ത് ഇനി ഒളിവിൽ താമസിക്കണം എന്ന് വെച്ചാൽ നമുക്കിനി തിരിച്ചൊരു പോക്കില്ല. തിരിച്ച് ട്രാവൽ ചെയ്യണമെങ്കിൽ ട്രാവൽ ഡോക്യുമെൻ്റ് വേണമല്ലോ. പാസ്പോർട്ടില്ല. അപ്പം ഞാൻ ഇനി എന്ത് ചെയ്യും? ഞാൻ ഇനി ഇവിടെ പെട്ടുപോയി. എനിക്ക് എൻ്റെ ഫാമിലിയെ ഇനിയും കാണാൻ പറ്റത്തില്ല. എനിക്കിത് ആരോട് പറഞ്ഞൊന്ന് കരയാൻ എനിക്ക് പിന്നെ ഞാൻ എല്ലാ ദിവസവും കരച്ചിലും ബഹളമായി. എനിക്ക് ജോലിക്കും പോകണം, ക്ലാസ്സിനും പോകണം, ബാക്കി സമയത്ത് കരയണം. പിന്നെ ഞാൻ തന്നെ കരച്ചിലൊക്കെ നിർത്തി കുറച്ച് സ്ട്രോങ് ആയി. കാരണം നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇനി എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. അങ്ങനെ എന്നിട്ട് ഞാൻ ഓരോ പോയ സ്ഥലങ്ങൾ ഇൻ ബിറ്റ്വീൻ 1 വീക്ക് ഞാൻ പോയ ഓരോ സ്ഥലങ്ങളും ഞാനിങ്ങനെ ഓർത്ത് കണ്ടുപിടിച്ച് അവിടെ എല്ലാം ഞാൻ വേറൊരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ ഞാൻ അവിടെ എല്ലാം പോന്നു. ഞാനിവിടെ വന്ന സമയത്തും വരുന്നതിന് മുന്നേയും കാനഡ റിലേറ്റഡ് എന്തൊരു വാട്സപ്പ് ഗ്രൂപ്പ് കണ്ടാലും ഞാൻ അതിൽ കയറി ജോയിൻ ചെയ്യും. ഇപ്പം എനിക്ക് വേണ്ടാത്തൊരു കാര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അതൊരു റെൻ്റലിൻ്റെ ഒരു ഗ്രൂപ്പായിരിക്കും, അല്ലെങ്കിൽ ഒരു PR-ൻ്റെ ഗ്രൂപ്പായിരിക്കും. പക്ഷേ എനിക്കത് ആവശ്യമില്ലെങ്കിലും ഞാൻ ചുമ്മാ കയറി ജോയിൻ ചെയ്യും. കാരണം എന്തെങ്കിലും ഇൻഫർമേഷൻ എവിടെന്നെങ്കിലും എപ്പോഴെങ്കിലും കിട്ടിയാലോ എന്നുള്ളൊരു ഇത് വെച്ച് ഞാനങ്ങനെ എല്ലാത്തിനകത്തും ജോയിൻ ചെയ്യുമായിരുന്നു. അപ്പം എനിക്കൊരു ഐഡിയ തോന്നി, ഓക്കെ ഞാൻ തന്നെ ഒരു മെസ്സേജ്, ഒരു പാരഗ്രാഫ് മെസ്സേജ് ടൈപ്പ് ചെയ്തുണ്ടാക്കുന്നു. ഞാൻ ഇതുപോലെ പുതുതായിട്ട് വന്നതാണെന്നും ഇന്നതാ സംഭവം, എൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം കളഞ്ഞു പോയി, എനിക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എൻ്റെ ഫാമിലിയുടെ വരാനുള്ള കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുക, അപ്പോൾ അവർക്കിനി വരാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ വലിയൊരു പാരഗ്രാഫ് ഞാൻ ടൈപ്പ് ചെയ്തുണ്ടാക്കി എനിക്കറിയാവുന്ന ഗ്രൂപ്പിലോട്ടെല്ലാം അങ്ങോട്ട് അയച്ചു. അപ്പം ഞാൻ ഈ ഗ്രൂപ്പുകളിലെല്ലാം മെസ്സേജ് അയച്ചപ്പം ആ മെസ്സേജെല്ലാം ഭയങ്കര വൈറലായിട്ട് ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡായി. അപ്പം മലയാളീസിൻ്റെ എല്ലാം കയ്യിൽ ഈ മെസ്സേജ് ചെന്നു, ഇങ്ങനെ ഒരു കൊച്ചിൻ്റെ പാസ്പോർട്ട് പോയെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഈ മെസ്സേജ് സർക്കുലേറ്റ് ചെയ്തു. അപ്പോൾ കുറേ പേരിലോട്ട് ഇത് എത്തി. അപ്പോൾ എത്തിയപ്പോഴായാലും എല്ലാവരും എന്നെ കോൾ ചെയ്യുകയും സംസാരിക്കുകയും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പല രീതിയിലും പലരും പറഞ്ഞു തന്നു. അപ്പോൾ ആ ടൈമിൽ അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. അങ്ങനെ നമുക്കറിയത്തില്ലല്ലോ എന്താ ചെയ്യേണ്ടത്. ഇപ്പം നാട്ടിലായിരുന്നെങ്കിൽ എനിക്കിപ്പം വേറെ ആരോടെങ്കിലും പോയി ചോദിക്കായിരുന്നു. ഇവിടെ എനിക്ക് പരിചയക്കാരും ഇല്ല, അറിയാവുന്നവർക്കാണെങ്കിൽ അറിയത്തുമില്ല. അപ്പോൾ കുറേ വർഷമായിട്ട് കാനഡയിലുള്ളവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഇപ്പം എന്നോട് ചോദിച്ചാൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടതെന്ന്. പക്ഷെ അന്ന് ഒരു മാസത്തെ ഒരു ഇതിൽ എനിക്കറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ഇപ്പം പാസ്പോർട്ടെന്നല്ല, ഞാൻ അവിടെ പഠിച്ചു വരുന്നേ ഉള്ളൂ ഓരോ കാര്യങ്ങൾ. ഈവൻ ബസ്സിൽ കയറാൻ പോലും ഞാൻ പഠിക്കുന്നു. അങ്ങനെ കുറേ പാസ്പോർട്ട് പോയവരും മോഷണം പോയവരും എല്ലാം എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറഞ്ഞു എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ പോയതാണ്. ഞാൻ വെറുതെ ഒരു പാർക്കിൽ ചുമ്മാ എന്തോ ഫ്രണ്ട്സുമായിട്ടിരുന്നപ്പം ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. പിന്നെ ഒരാൾ പറഞ്ഞു ഇങ്ങനെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ബാഗ് അവിടെ ചുമ്മാ ഹാങ് ചെയ്തേക്കുമായിരുന്നു, അപ്പം ബാക്ക് ഡോറിൽ നിന്ന് വന്ന് സാധനം എടുത്തുകൊണ്ട് പോയി. അങ്ങനെ പലരും പല അനുഭവം പറയുന്നു. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ എൻ്റെ എങ്ങനെയാണ് പോയെന്നോ അല്ലെങ്കിൽ ഞാനായിട്ട് എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞാണോ എന്നൊന്നും എനിക്ക് ഉറപ്പില്ല. അപ്പോൾ എൻ്റെ ആകെയുള്ള സംശയം എന്ന് വെച്ചാൽ ഞാൻ ആദ്യമായിട്ടെന്നാ ജോലിക്ക് പോയ സ്ഥലത്ത് അവർ ഇതെടുത്തതാണോ എന്നാണ് എൻ്റെ സംശയം. കാരണം ഞാൻ ബാക്കി എല്ലാ സ്ഥലത്തും ഞാൻ പോയെടുത്തെല്ലാം ഞാൻ പോയി തിരക്കി. പിന്നെ ഇത്രയും വലിയൊരു സാധനം മിസ്സാകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ലല്ലോ. ഇപ്പോൾ ഒരു പാസ്പോർട്ട് മാത്രമാണെങ്കിൽ നമുക്ക് പറയാം അത് മിസ്സാകുന്നു. ഒരു വലിയ ഫയലായിട്ട് മിസ്സാകുവാണെങ്കിൽ അതങ്ങനെ മിസ്സാകുന്നതിനേക്കാളും ചാൻസ് ആരെങ്കിലും എടുക്കാനാണല്ലോ. എനിക്കറിയത്തില്ല ഇത്രയും മലയാളീസിന് ഇങ്ങനെ ഒരു പവർ അപ്പോഴാണ് ഞാൻ മനസ്സിലായത്. നമ്മൾ വിചാരിക്കും മലയാളീസൊന്നും അങ്ങനെ തീരെ ഹെൽപ്പ് ചെയ്യത്തില്ലെന്ന്. പക്ഷേ ആ ഒരു മെസ്സേജ് ആയിട്ടപ്പോൾ എനിക്ക് കിട്ടിയ കോൾസ് എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആ ഒരു ദിവസം ഫുള്ള് ഞാൻ കോൾസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഓരോരുത്തർ വിളിക്കുന്നു, അവർ പറയുന്നുണ്ട് അയ്യോ അതൊന്നും കുഴപ്പമില്ല, പാസ്പോർട്ടൊക്കെ പോയെങ്കിൽ നമുക്ക് വേറെ അപ്ലൈ ചെയ്യാം, അതൊന്നും വലിയ കാര്യമില്ല, ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാകും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് നമ്മളെ വിളിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ പാസ്പോർട്ട് പോയാലും ഇന്ന സാധനങ്ങളൊക്കെ പോയാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പം ഫസ്റ്റ് ഡോക്യുമെൻ്റായ സ്റ്റഡി പെർമിറ്റിന് പോയി. അപ്പോൾ അതെന്താ ചെയ്യേണ്ടത്? അപ്പോൾ അവരെല്ലാം എനിക്ക് ഓരോ കൺസൾട്ടൻസിയുടെ നമ്പർ തരുന്നു. അങ്ങനെ ഞാൻ കുറേ ഇമിഗ്രേഷൻ ലോയേഴ്സിനെ വിളിക്കുന്നു. അപ്പോൾ അവർ പറയുന്നുണ്ട് ഫോട്ടോ ഉണ്ടോ, അതിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇനി അത് ഫിസിക്കലി അവിടെ ആവശ്യമില്ല, അപ്പോൾ അത് വെച്ചിട്ട് ഇനിയിപ്പോൾ വേറെ അപ്ലൈ ചെയ്യേണ്ടെന്ന് പറയുന്നു. അപ്പോൾ ആ കാര്യത്തിലൊരു ഓക്കെ ആയി. അപ്പോൾ ആ കാര്യത്തിൽ കുറച്ച് ഓക്കെ ആയി. പിന്നെ ഉള്ളൊരു ഡോക്യുമെൻ്റാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സിൻ നമ്പർ. അതെന്ത് ചെയ്യുമെന്നറിയാൻ വേണ്ടി ബാങ്കിൽ പോയപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ അക്കൗണ്ടും കാര്യങ്ങളും എല്ലാം ഞങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ബ്ലോക്ക് ചെയ്ത് വെക്കാം, അപ്പോൾ എന്തെങ്കിലും ഒരു ട്രാൻസാക്ഷൻ നടക്കുമോ എന്തെങ്കിലുമൊക്കെ നമുക്കൊന്ന് വരുമോ നോക്കാമെന്ന് പറഞ്ഞാൽ അതങ്ങനെ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ തന്നെ അവർ അതിന് ബ്ലോക്ക് മാറ്റി തരും. എന്നിട്ടായിരുന്നു ഞാനത് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയായിരുന്നു അന്ന് അത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ പേടി ഈ സിൻ നമ്പറായിരുന്നു. എന്നെ എല്ലാവരും കുറേ പേര് പറഞ്ഞ് പേടിപ്പിച്ചു, ഈ സിൻ നമ്പർ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സീനാണെന്നും അത് ആരെങ്കിലും മിസ്യൂസ് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും പേടിപ്പിച്ചു.
അപ്പോൾ മൂന്നാമത്തെ ആയിരുന്നു പാസ്പോർട്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സാധനം പാസ്പോർട്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ എനിക്ക് പോലീസ് സ്റ്റേഷനോ പോലീസോ എന്തിനു പറയുന്നത്, ഞാൻ ക്ലാസ് തുടങ്ങിയെങ്കിലും കോളേജിൽ പോലും പോയിട്ടില്ല, എനിക്ക് ഓൺലൈൻ ക്ലാസ് ആയിരുന്നു. അപ്പം എങ്ങനെ ഒരു സ്ഥലത്ത് ബിഹേവ് ചെയ്യണമെന്നോ ഒന്നും എനിക്ക് ആ ടൈമിൽ അറിയത്തില്ല. ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണോ എല്ലാം നമ്മൾ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം ന്യൂ കമറായി എനിക്ക് അത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കേട്ടപ്പോഴേ എൻ്റെ കിളി പോയി. ഞാൻ ഇനി എന്ത് ചെയ്യും, ആരുടെ കൂടെ പോവും, അങ്ങനെയൊക്കെയായിരുന്നു. അങ്ങനെ ഈ ഗ്രൂപ്പിൽ നിന്ന് കുറേ പേര് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞല്ലോ, അതിലൊരു ചേട്ടനാണ് എന്നോട് പറഞ്ഞത് ഇതുപോലെ പോലീസ് സ്റ്റേഷനിൽ പോയി ആദ്യം കംപ്ലയിൻറ്റ് ചെയ്യുക, അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്കൊരു നമ്പർ കിട്ടും, ആ നമ്പർ കൊണ്ട് നിങ്ങൾ പിന്നെ എംബസിയിൽ പോവുക, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. അപ്പോൾ ആ പുള്ളിക്ക് മനസ്സിലായി എനിക്കങ്ങനെ പരിചയമില്ലാത്തൊരു സ്ഥലമാണ്, ഞാൻ പുതുതായിട്ട് വന്നതാണെന്നൊക്കെ പുള്ളിക്കാരന് മനസ്സിലായി. പുള്ളിക്കാരൻ പറഞ്ഞു എൻ്റെ കൂടെ വരാൻ ഓക്കെ ആണെങ്കിൽ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ടാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ആ പുള്ളി തന്നെ പറയുന്നുണ്ട് എൻ്റെ കൂടെ വരാൻ ഓക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനെയോ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോവാ, ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പം പുള്ളി അത്രയും പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ ടൈമിൽ ഒന്നും ചിന്തിക്കുന്നില്ല, ഒരു സ്ട്രേഞ്ചറിൻ്റെ കൂടെ ഒരു വണ്ടി കയറി പോകാനോ. എനിക്ക് എങ്ങനെയും എൻ്റെ സാധനങ്ങൾ കിട്ടിയാൽ മതി എന്നായിരുന്നു, അല്ലാതെ ഞാൻ വേറെ ചിന്തിക്കുന്നില്ല ഇനി അവരെന്നെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകാം, അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ആ ടൈമിൽ ശരിക്കും എനിക്ക് ബസ് കയറാൻ തന്നെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലാണെങ്കിലും പിള്ളേർക്കാർക്കും കാറും ഒന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല എന്ന് എനിക്ക് തന്നെ അറിയാം, കാരണം അവരുടെ അവസ്ഥ അതായിരുന്നു. അങ്ങനെ ഈ ചേട്ടൻ ഞാൻ പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ വരാനൊന്നും ആരും ഇല്ലായിരുന്നു, എല്ലാവരും ബിസിയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ അല്ലേ ആവശ്യമെന്ന് പറഞ്ഞ് ഞാൻ ഒറ്റയ്ക്ക് ഈ പുള്ളിയുടെ കൂടെ പോയി. അപ്പോൾ ഈ പുള്ളിയോട് വണ്ടി കയറിയപ്പോൾ തന്നെ പറയുന്നുണ്ട് എൻ്റെ പേരിതാണ്, എൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല, പേരിതാണ്, ഞാൻ ഇന്ന ജോലിയാണ് ഇവിടെ ചെയ്യുന്നത്, ഇത്ര വർഷമായിട്ട് കാനഡയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഞാനെല്ലാം കേട്ടിട്ടില്ല, മറ്റേ മരവിച്ചിരിക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോന്നു. അവിടെ സ്റ്റേഷനിൽ ചെന്നപ്പോൾ നമുക്ക് ഉള്ളിലോട്ട് കയറേണ്ട ആവശ്യമൊന്നും വന്നില്ല. ഈ പോലീസുകാരൻ നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് വരികയാണ് ചെയ്തത്. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു ഇതുപോലെ ഞാൻ പുതുതായിട്ട് വന്നതാണ്, എൻ്റെ കുറച്ച് ഡോക്യുമെൻറ്റ്സ് മിസ്സായെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അയാൾ എൻ്റെ ഡോക്യുമെൻ്റ് നമ്പറെല്ലാം മേടിച്ചെടുത്തു. അത് കഴിഞ്ഞപ്പോൾ അയാൾ എനിക്കൊരു നമ്പർ തന്നിട്ട് പറഞ്ഞു ഇതാണ് നിങ്ങളുടെ റിപ്പോർട്ട് നമ്പർ, ഇതുകൊണ്ട് നിങ്ങൾ BLSൽ പോയി അപ്ലൈ ചെയ്യണം. എല്ലാം അയാളുടെ പേരും ഡീറ്റെയിൽസും എല്ലാം തന്നു. അങ്ങനെ ഞാൻ കുറച്ചൊക്കെ ആശ്വാസമായി തിരിച്ച് വീട്ടിൽ വരുന്നു. അപ്പം ഞാനിത് എൻ്റെ പാസ്പോർട്ട് പോയെങ്കിലും ഞാനിതാകെ പറഞ്ഞേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിനോട്, എൻ്റെ വീട്ടിലൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അവരിത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പം ഞാൻ ഓൾറെഡി ടെൻഷനില്ല, അപ്പം ഇനി അവരെയും കൂടെ അങ്ങനെ ആക്കണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ ആകെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞപ്പോഴായാലും അങ്ങനെ വഴക്ക് പറയുകയോ അങ്ങനെയൊന്നും ചെയ്തില്ല, ഓക്കെ നമുക്ക് നോക്കാം, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതും എനിക്കൊരു ഭയങ്കര ആശ്വാസമായിരുന്നു ആ ടൈമിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് BLSൽ പോവുക, അവിടെ ചെന്നിട്ട് പാസ്പോർട്ട് മിസ്സായ കാര്യം പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ BLSൽ എത്തുന്നു. BLS ചെല്ലണമെങ്കിൽ തന്നെ രാവിലെ 4 മണിക്ക് അവിടെ ചെന്ന് നമ്പർ അവിടെ എഴുതിയിട്ടാലേ നമുക്ക് ഉച്ചയാകുമ്പോഴെങ്കിലും തിരിച്ചു വരാൻ പറ്റത്തുള്ളൂ. അപ്പം എനിക്ക് പോകാൻ സമയമില്ലാത്തത് കൊണ്ടും ജോലി ഉള്ളതുകൊണ്ടും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ ആ ടൈമിൽ 4 മണിക്ക് പോയി അവിടെ പോയി എൻ്റെ പേര് എഴുതിയിട്ടുണ്ട്. അപ്പം അങ്ങനെ ആ ടൈമിലൊക്കെ എന്നെ കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് റിപ്പോർട്ട് നമ്പർ കിട്ടിയിട്ട് കാര്യമില്ല, അവർക്ക് പോലീസ് റിപ്പോർട്ടായിട്ട് കിട്ടണം, പിന്നെ ഫോട്ടോഗ്രാഫ് വേണം, അങ്ങനെ എന്തൊക്കെയോ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അതൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അപ്പോൾ ആ ദിവസം പോയത് വേസ്റ്റ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നു. അപ്പോൾ ഈ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തിരിച്ച് വന്നിട്ട് പോലീസ് സ്റ്റേഷനിലോട്ട് വീണ്ടും വിളിച്ചിട്ട് പറയുന്നു എനിക്കിതുപോലെ എൻ്റെ റിപ്പോർട്ട് വേണം, ഇതാണ് എൻ്റെ റിപ്പോർട്ട് നമ്പർ, എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു അവരല്ല അത് ചെയ്യുന്നത്, വേറെ ഏതോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അത് കിട്ടുന്നത്, നിങ്ങൾ തന്നെ അതിന് വേണ്ടി ചെല്ലണം പോകണമെന്നൊക്കെ പറഞ്ഞുള്ളൂ. അപ്പോൾ അതെനിക്ക് തോന്നുന്നു ഡൗൺ ടൗണിൽ എന്തോ പോകണം അതിന്. അപ്പോൾ എനിക്ക് ഡൗൺ ടൗൺ ഒന്നും പോകാനൊന്നും അറിയത്തുമില്ല. എനിക്ക് ആ ടൈമിൽ ഡൗൺ ടൗണിൽ ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും എന്തുവാന്ന് കൂടി എനിക്കറിയില്ല. പിന്നെ ഈ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു കറക്റ്റ് റിപ്ലൈ അവിടെ നിന്ന് കിട്ടിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഞാനിങ്ങനെ മുന്നോട്ട് പോയി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. കാരണം BLSൽ പോകണമെങ്കിലും നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് വേണമല്ലോ. അങ്ങനെ ഞാനൊരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടു. ആ പുള്ളിക്കാരനെ ഇതുപോലെ ഗ്രൂപ്പിൽ നിന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെയും പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം ഇതുപോലെ കളഞ്ഞു പോയത്. അപ്പോൾ ആ പുള്ളിക്കാരൻ എന്നെ A to Z എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നും എല്ലാം ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ ഈ മെസ്സേജ് വൈറലായപ്പം ഈ ഒണ്ടാരിയോ ഹീറോസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ഈ ഒണ്ടാരിയോയിലെ കുറച്ച് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറച്ച് മലയാളീസാന്ന് തോന്നുന്നു. അപ്പോൾ അതിലെ ഒരു പുള്ളിക്കാരൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, ഇതിവിടെ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യമാണ്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഈ പുള്ളി കോൺസുലേറ്റിൽ ആരുമായിട്ട് എന്തോ പരിചയമുണ്ട്. അപ്പം നമ്മൾ മെയിൽ അയക്കുമ്പം ഈ പുള്ളിയുടെയും കൂടെ മെയിൽ ID വെച്ചിട്ട് അയക്കാൻ പറഞ്ഞു. അങ്ങനെ മറ്റേ ചേട്ടൻ തന്ന ഇൻഫർമേഷനും ഈ പുള്ളിയുടെ മെയിൽ ID എല്ലാം കൂടെ വെച്ച് ഞാനങ്ങനെ എനിക്കൊന്ന് 2 മാസത്തിന് ശേഷമാണെന്ന് തോന്നുന്നു ഞാൻ മെയിൽ അയക്കുന്നത്.
മെയിൽ അയച്ചിട്ട് പിന്നെയും കുറേ സമയം എടുത്തത് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞാൻ ജോലിക്ക് പോകുന്നു, ജോലി മാറുന്നു, അടുത്ത ജോലിക്ക് പോകുന്നു. അങ്ങനെ ലാസ്റ്റ് പോയൊരു ജോബായിരുന്നു ആമസോണിൽ ഫുള്ള് മലയാളീസ് ആയിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട്, ഈ കൊച്ചെന്താ ആരോടും മിണ്ടാത്തേ, ഈ കൊച്ചെന്താ ഇങ്ങനെ നടക്കുന്നു. അപ്പം ഞാൻ ഫുൾ ടൈം ഷോക്ക് അടിച്ച് നടക്കും. എനിക്ക് ആൾക്കാരോട് മിണ്ടാനും ഒരു പേടി, കാരണം മിണ്ടി കഴിയുമ്പോൾ നമ്മൾ പറയണമല്ലോ നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ലെന്ന്. അപ്പോൾ ആരെങ്കിലും ചെന്നിനെയും ആരോടെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യുമോ, ഒരു ഡോക്യുമെൻറ്റും ഇല്ലാതെ ഇവിടെ നിൽക്കുകയെന്ന്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡോക്യുമെൻ്റ് എൻ്റെ കളഞ്ഞു പോയെങ്കിലും ഞാൻ വാലിഡ് ആയിട്ടാണല്ലോ അവിടെ നിൽക്കുന്നത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും ചെന്ന് പണി വെക്കുമോ എന്നൊക്കെ, നമുക്ക് അറിയാത്ത ഒരു സ്ഥലവും അറിയാത്ത ആൾക്കാരും അല്ലേ. അപ്പം ഞാൻ അങ്ങനെ അധികം ആരോടും മിണ്ടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, എന്താ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയൊക്കെയോ എല്ലാവരും അറിയുന്നു എൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയെന്നും ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ശോകം അടിച്ച് കരഞ്ഞു കിടക്കും. അങ്ങനെ എല്ലാവരും അറിയുന്നു ആമസോണിൽ എൻ്റെ ഇതുപോലെ പോയി. അപ്പോൾ എല്ലാവരും പേഴ്സണലായിട്ട് എന്നോട് വന്ന് ചോദിക്കാൻ തുടങ്ങി എന്താ പറ്റിയത്. അപ്പോൾ അവർക്കൊക്കെ ഇതൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ അവരൊക്കെ എന്നെക്കാളും 1 വർഷം മുന്നേ വന്നതാണെങ്കിലും അവരാദ്യമായിട്ടായിരുന്നു ഒരാളുടെ പാസ്പോർട്ടും ഒക്കെ ഇങ്ങനെ പോയെന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ ആർക്കും ഒന്നും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും എന്നെ എല്ലാവരും സമാധാനിപ്പിച്ചായിരുന്നു. പക്ഷെ അവിടെയും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് നമ്മളെ പേടിപ്പിച്ചു. അയ്യോ അത് പോയോ, എങ്കിൽ നിൻ്റെ കാര്യം തീർന്നു, ഇനി നിൻ്റെ പേരിൽ വേറൊരാൾ ആ പാസ്പോർട്ട് എടുത്തിട്ട് നിന്നെ മിസ്യൂസ് ചെയ്യും. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ടും പറഞ്ഞ് പേടിപ്പിച്ചു. അപ്പം ഞാൻ വീണ്ടും ഇരുന്ന് കരയും. അപ്പോൾ ഇതൊക്കെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ആ മെയിൽ അയച്ചിട്ടുണ്ടെങ്കിലും എനിക്കൊന്ന് 1 മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ട വന്നു, എനിക്ക് അതിൻ്റെ പോലീസ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയപ്പോൾ ഒരു ആശ്വാസമായിരുന്നു, ഇനി നമുക്ക് BLSC തിരിച്ചു പോകാമല്ലോ. അങ്ങനെ BLSC പോകണമെങ്കിൽ അവർ ഫോട്ടോഗ്രാഫ് വേണമെന്ന് പറയുന്നു. അപ്പം നമ്മുടെ നാട്ടിൽ പാസ്പോർട്ട് എടുക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അല്ലേ ഒരു ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞ് ഫോട്ടോ നമ്മൾ കൊണ്ടുവരണമെന്ന്. അങ്ങനെ ആദ്യമായിട്ട് പാസ്പോർട്ടിന് ഫോട്ടോ എടുക്കാൻ പോയി എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നാട്ടിൽ ഇങ്ങനെ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് അവരെന്നെ ഓടിച്ച്, ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, ഫുള്ള് ബാക്കിലോട്ടാക്കണം, ചെവിയൊക്കെ മറയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പക്ഷേ ഈ രണ്ടാമത്തെ ഫോട്ടോ എടുക്കാൻ പോയ സിറ്റുവേഷൻ, ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ആ ഇട്ട ജാക്കറ്റ് പോലും ഊരാനുള്ള ഒരു മാനസികാവസ്ഥ എനിക്കില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കൂടെ വന്ന് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, എടി അത് നീ ഊരിയിട്ട് ഫോട്ടോ എടുക്കുക, എന്തായാലും ഇതെപ്പോഴും വേണ്ടല്ലേ. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ ജാക്കറ്റ് ഇട്ടിട്ടുള്ള ഫോട്ടോയാണ് എൻ്റെ പാസ്പോർട്ടിലെ ഫോട്ടോ. അതിന് ഇപ്പോഴും ഞാൻ ആ ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കും, എന്തൊക്കെ പ്രശ്നമായിരുന്നില്ല ആ ജാക്കറ്റെങ്കിലും ഊരിയിട്ട് എനിക്കൊന്ന് ഫോട്ടോ എടുക്കാമായിരുന്നല്ലോ. പക്ഷെ അന്നേരത്തെ ഒരു സിറ്റുവേഷനും എൻ്റെ ഒരു മെൻ്റൽ സ്റ്റേജും ഒക്കെ വേറൊരു രീതിയായതുകൊണ്ട് എനിക്കതൊന്നും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ BLSലോട്ട് വീണ്ടും ഈ ഫോട്ടോഗ്രാഫും നമ്മുടെ പോലീസ് റിപ്പോർട്ടും ഒക്കെ ആയിട്ട് പോന്നു. അപ്പം അങ്ങനെ ചെന്നിട്ട് എല്ലാം അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇതിനെല്ലാം പൈസ ആയിക്കൊണ്ടിരിക്കുക. അപ്പം ഇത്രയും പൈസയും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്ന കാണുമ്പോൾ എനിക്ക് അതും ഒരു ടെൻഷൻ. ഇതൊക്കെ നമ്മൾ പൈസയായിട്ട് ഇതൊക്കെ നടക്കുമോ, എന്തായിരിക്കും. എനിക്കൊന്ന് 3ാമത്തെ പ്രാവശ്യം പോയപ്പോഴാണെന്ന് തോന്നുന്നു BLSൽ എനിക്കെല്ലാം ഓക്കെ ആയത്. അവിടെ ചെന്ന് എല്ലാം അപ്ലൈ ചെയ്തിട്ട് തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ജൂൺ ആയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ പുതിയ പാസ്പോർട്ട് കിട്ടി. അപ്പോൾ ആ പുതിയ പാസ്പോർട്ടിൽ എഴുതിയിട്ടുണ്ട്, പഴയ പാസ്പോർട്ടിൽ ഇതുപോലെ ലോസ്റ്റ് ആയതാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം പോലീസായാലും അങ്ങനെ അന്വേഷിക്കാനും അവിടെ വലിയ അന്വേഷണവും കാറ് പോലും കളഞ്ഞു പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുത്താലും അങ്ങനെ വലിയ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ ഇതൊന്നും ഇല്ല. അപ്പോൾ അവർക്കാണെങ്കിലും ജസ്റ്റ് ഒരു പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്യണം, ഒരു റിപ്പോർട്ട് നമ്പർ വേണമല്ലോ. അത് ഇതിനെക്കുറിച്ച് ഇനി അവർ അന്വേഷിച്ചിറങ്ങാനോ ഒന്നുമില്ല. അപ്പം നമുക്ക് പോയി, അല്ലാതെ നമുക്ക് ഇതിൻ്റെ പുറകിന് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പോയത് പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവർ പറയുന്നത് പോലീസിൻ്റെ വെരിഫിക്കേഷൻ കാണും നാട്ടിലെന്ന്. അപ്പം എനിക്ക് പേടിയായി, കാരണം വീട്ടിലെന്തായാലും ചെല്ലുമല്ലോ. അപ്പം ഞാൻ ഇതുവരെ അവരോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ ഇതുവരെയും പറഞ്ഞിട്ടില്ല അവരോട്. അപ്പം ഇനി ഇതറിയുമ്പോൾ അവരെങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നതെന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ വീട്ടിലേക്ക് വിളിക്കുന്നു, ഇതുപോലെ ഒരു വെരിഫിക്കേഷന് വരുവാന്നോ എൻ്റെ പേരും പറയുമ്പോഴും ഇവർക്ക് മനസ്സിലാവുന്നില്ല എൻ്റെ പാസ്പോർട്ട് കളഞ്ഞു പോയതാണെന്നോ അല്ലെങ്കിൽ എന്താ ഉണ്ടായെന്നൊന്നും അറിയുന്നില്ല. അങ്ങനെ അവർ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം പോലീസുകാരനാണ് ഇങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ പറയുന്നത്, കാനഡയിൽ ഇതുപോലെ പാസ്പോർട്ട് മിസ്സായി, അപ്പോൾ പുതിയ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ വെരിഫിക്കേഷന് വന്നതാണെന്ന് അവർ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അതറിഞ്ഞപ്പം തന്നെ അച്ഛനും അമ്മയൊക്കെ എന്നെ വിളിക്കുന്നു, എന്നോട് കാര്യങ്ങളെല്ലാം ചോദിക്കുന്നു. അപ്പം അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് അറിയത്തില്ലായിരുന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി പപ്പ എന്ത് പറയും. കാരണം പപ്പ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് പാസ്പോർട്ട് സൂക്ഷിക്കണം എന്നല്ല, എന്നുണ്ട് അത് തന്നെ ഞാൻ കൊണ്ട് കളഞ്ഞല്ലോ എന്നുള്ള ഓർത്തിട്ട് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ പറഞ്ഞു ഇതുപോലെ പോയിട്ട് കുറച്ച് നാളായി, ഇപ്പം ഞാൻ ഓക്കെ, എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പുതിയ പാസ്പോർട്ട് ഉടനെ കിട്ടും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതായത് ഈ സ്റ്റഡി പെർമിറ്റ് പോയതോ സിൻ നമ്പർ പോയതോ ഒന്നും അന്നേരം ഞാൻ പറഞ്ഞില്ല, പാസ്പോർട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അങ്ങനെ വെരിഫിക്കേഷൻ എല്ലാം കഴിഞ്ഞ് എനിക്കൊന്നൊരു 1.5 മാസത്തിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടി. അപ്പോൾ ആ പാസ്പോർട്ട് കിട്ടിയപ്പോഴാണ് എനിക്കൊരു ഈ 3-4 മാസം ഞാൻ അനുഭവിച്ച ആ ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, അത് മാറി കിട്ടിയത് എനിക്ക് ആ പാസ്പോർട്ട് കിട്ടിയപ്പോഴാണ്. എനിക്ക് എന്തോ ഒരു വലിയ സംഭവം കിട്ടിയ പോലെ തോന്നി.
എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്ത് ഞാൻ ദുബായ് വഴിയായിരുന്നു വന്നത്. അപ്പം ദുബായിലും നമ്മുടെ പാസ്പോർട്ടിൽ സീല്, പിന്നെ ഈ കാനഡയിൽ വന്നതിൻ്റെ സീല്, അപ്പം അതെല്ലാം എനിക്ക് അത് പോയല്ലോ, ഇനി അതെനിക്കൊരിക്കലും കിട്ടത്തില്ലല്ലോ. അപ്പം എനിക്കൊരു വിഷമമായിരുന്നു. ഇപ്പോഴും എന്നെ ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. പണ്ട് പാസ്പോർട്ട് പോയ ആളല്ലേ, എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ പോയി, ഞാൻ എന്തുവാ ചെയ്യേണ്ടതെന്ന് ചോദിച്ച് എന്നെ ഒരുപാട് കുട്ടികൾ വിളിക്കാറുണ്ട്, മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ എനിക്കിപ്പോഴും അതിശയം, ഇപ്പോഴും എൻ്റെ ആ പേര് അല്ലെങ്കിൽ പലരും പറഞ്ഞു കൊടുക്കുന്നു പാസ്പോർട്ട് കളഞ്ഞു പോയെന്ന് പറയുമ്പോഴേ എൻ്റെ പേര് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ എനിക്കത് ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. അപ്പം ആരെന്നെ വിളിച്ചാലും ഞാൻ അതിൻ്റെ ഫുൾ കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കൂടെ പോയതുകൊണ്ട് എനിക്കറിയാം അത് ഫേസ് ചെയ്യുന്ന ഓരോരുത്തരുടെ അവസ്ഥ എന്തായിരിക്കുന്നത്. അത് ഒരു ന്യൂ കമേഴ്സിന് ഇത് ഭയങ്കര താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു പാസ്പോർട്ട് പോയൊരു പ്രശ്നം എൻ്റെ ലൈഫിൽ ആ സമയത്ത് ഒരു 3-4 മാസം എനിക്ക് ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ആയിരുന്നെങ്കിൽ പോലും എൻ്റെ ലൈഫിൽ എന്നെ ഭയങ്കര ബോൾഡാക്കിയ ഒരു സംഭവമായിരുന്നത്. കാരണം ഇനി എന്ത് പ്രശ്നം വന്നാലും എനിക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു തോന്നലായി. കാരണം അത്രയ്ക്ക് ഞാൻ ആ സമയത്ത് അനുഭവിച്ചിട്ടുണ്ട്. എന്നെ ആ സിറ്റുവേഷനിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും ഞാൻ ആ ടൈമിൽ എങ്ങനെയായിരുന്നെന്നും എങ്ങനെയാണ് നടന്നിട്ടുള്ളതെന്നും ആരോടൊക്കെ എന്ന് വെച്ചാൽ ഞാൻ വേറൊരു മാനസികാവസ്ഥയായിരുന്നു. അങ്ങനെ എൻ്റെ ലൈഫിൽ എനിക്ക് എപ്പോഴും കുറച്ച് മാറ്റി നിർത്താൻ പറ്റിയ ഒരു സംഭവമാണ് ഈ പാസ്പോർട്ടും കാര്യങ്ങളും എല്ലാം മിസ്സായതും ഇതെല്ലാം. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ എവിടെ പോയാലും ഒരു 10 പ്രാവശ്യമെങ്കിലും റീചെക്ക് ചെയ്യും. കാരണം ഇത് ഇനിയും പോയി കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല അതെങ്ങനെയാണ്. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് എൻ്റെ നാട്ടിലെ ഡോക്യുമെൻറ്റ്സ് ആയ നമ്മുടെ എഡ്യൂക്കേഷണൽ ഡോക്യുമെൻറ്റ്സും എല്ലാം വേറൊരു ഫയലിലായിരുന്നു. അതുകൊണ്ട് അതൊന്നും മിസ്സായിട്ടില്ലായിരുന്നു. അത് മിസ്സായിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നാട്ടിൽ ഞാൻ പോയിട്ട് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. അപ്പം ഇവിടുത്തെ ഡോക്യുമെൻ്റ് പോയതുകൊണ്ട് തന്നെ ഇവിടെ ആയതുകൊണ്ട് എനിക്കതെല്ലാം ചെയ്യാൻ പറ്റി. ഞാനപ്പോൾ ഓർത്തായിരുന്നു, ദൈവമേ ഈ കാനഡയിൽ ഞാൻ വന്നിട്ട് ഒരു 5-6 മാസം കഴിഞ്ഞിട്ട് ഈ കളഞ്ഞു പോയാൽ മതിയായിരുന്നു. എനിക്ക് എന്തിനാ ഇങ്ങനൊരവസ്ഥ ദൈവം തന്നത്, ആദ്യമേ ഇങ്ങനെ എന്നെ ഒരു ദുരന്തത്തിലിട്ടിട്ട് ഇങ്ങനെ എന്തിനാ എന്നെ പരീക്ഷിക്കുന്നതെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ എല്ലാം നല്ലതിനായിരിക്കും അല്ലേ, അങ്ങനെ ഞാൻ വിചാരിച്ചു. പക്ഷേ എനിക്ക് തോന്നുന്നത് എൻ്റെ കാര്യം നടന്നതെല്ലാം നല്ലതിനായിരുന്നു എന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്നെ ജസ്റ്റ് പരീക്ഷിച്ചതായിരിക്കും, എന്തായിരിക്കും നടക്കുന്നത്, ഞാനതെങ്ങനെയൊക്കെ ഹാൻഡിൽ ചെയ്യാമെന്നൊക്കെ പരീക്ഷിച്ചതായിരിക്കും. എന്തായാലും ഇതെൻ്റെ ലൈഫിലെ ഒരു നല്ല മെമ്മറിയാണ്. ഇതിന് ശേഷം എൻ്റെ ലൈഫിൽ ഓരോ ഡിസിഷൻസ് എടുക്കാനും എനിക്ക് അങ്ങനെ വലിയ പാട് വന്നിട്ടില്ല. എൻ്റെ ശരിക്കും 6 മാസത്തെ ഒരു കാനഡ ജീവിതം എന്ന് പറഞ്ഞാൽ എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു 10% ബാക്കി 90% എനിക്കിങ്ങനെ പ്രശ്നങ്ങളും അങ്ങനെ കുറച്ച് വിഷമങ്ങളും ഒക്കെ തന്നെയായിരുന്നു. ഒന്നാമത്തെ കാര്യം ഫാമിലി കൂടെ ഇല്ല, അപ്പോൾ അവരുടെ പേപ്പേഴ്സ് ഇതിനെ ബാധിക്കുമോ, അതൊക്കെ ഒരു കൺസേൺ ആയിരുന്നു ആ ടൈമിൽ. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. പക്ഷെ അതൊന്നും ഒരു പ്രശ്നമില്ലാതെ എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് നടന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചിരിച്ചുകൊണ്ടാണ് പറയുന്നെങ്കിലും അന്ന് ഞാൻ നന്നായിട്ട് കരഞ്ഞിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പോഴും പറഞ്ഞിട്ട് കളിയാക്കും, അത് അന്ന് ഇവളുടെ കോലം കാണുമായിരുന്നു. കാരണം 10 ദിവസം കുളിക്കാതെയും നനയ്ക്കാതെയും പല്ല് തേക്കാതെയും എങ്ങനെയൊക്കെയാണോ നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. ആകെ ഞാനില്ലാണ്ടായി. ഞാൻ ഈ കാനഡയിൽ പെട്ടു, എനിക്കിനി എൻ്റെ നാട് കാണാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയാണ് എൻ്റെ ചിന്തയെല്ലാം. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ ഓവർകം ചെയ്ത് അങ്ങനെ ജൂണിൽ എനിക്ക് പാസ്പോർട്ട് കിട്ടി. അപ്പോൾ ഇതൊക്കെ ഒരു നിമിത്തമാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് കിട്ടാൻ നോക്കിയിരുന്ന് ജൂലൈയിൽ ഞാൻ അവിടുന്ന് പറക്കുകയാണ്. ജൂലൈയിൽ തന്നെ ഞാൻ ഈ പുതിയ പാസ്പോർട്ട് ഉപയോഗിച്ച് അടുത്തൊരു ഫ്ലൈ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങോട്ടാണ്, എന്തിനാണ് ഞാൻ അങ്ങനെ പോയത്, എന്തൊക്കെയാണ് പിന്നീട് എൻ്റെ ലൈഫിൽ നടന്നത്, എല്ലാം ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ ആയിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ അതെല്ലാം ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ലൈൻ കട്ട്.